നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 288ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടനും കഥകളി നടനും പോലീസ് ഓഫീസറുമൊക്കെ ആയിരുന്ന ശ്രീ ജഗന്നാഥ വർമ്മയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കാണുന്നത് വളരെ രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ്. മറ്റൊന്നുമല്ല, എത്രയോ വർഷങ്ങൾക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ കൂടിക്കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊന്നുമല്ല, തമ്പാനൂരിലെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഒരു 10 മിനിറ്റ് നടന്നാൽ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്താം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനുമൊക്കെ ഞാൻ താമസിക്കുന്നിടത്തു നിന്നും ഒരു 5-10 മിനിറ്റ് നടന്നാൽ എത്താവുന്നിടത്താണ്. സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശം പറഞ്ഞത് തമ്പാനൂർ എന്ന് പറയുമ്പോൾ പ്രശസ്തമാണല്ലോ. അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഇന്ന് പണിഞ്ഞ പോലെയല്ല, പണ്ട് അവിടെ കുറച്ച് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു തട്ടുകടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്ന് എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോഴും അവർക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തെടുക്കാൻ പ്രയാസമായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ രസകരമായ ഓർമ്മ എന്തെന്ന് വെച്ചാൽ, ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കൊരു വലിയൊരു തട്ടും ചായപാത്രവും കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംവിധാനമൊക്കെ ആയിട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ആ കോർണറിൽ ഇദ്ദേഹം പലക നിരത്തും. ഇന്നത്തെ പ്രശസ്തരായിട്ടുള്ള പലരും രാത്രി 12, 2, 3 മണി വരെ ആ തട്ടുകട പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല ഹ്യൂമർ സെൻസുള്ള ഒരാളാണ്. എപ്പോഴും തമാശകളും കാര്യങ്ങളും പറഞ്ഞ് ആൾക്കാരെ രസിപ്പിക്കാനും ഉള്ളൊരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ചൂട് ചായയും ചൂട് കാഫിയും ലഘു പലഹാരങ്ങളുമൊക്കെ വിതരണം ചെയ്യും. അതോടൊപ്പം മുട്ട ഓംപ്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വിശദമായി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ആ തട്ടുകടയിൽ നിന്നും പലഹാരവും ചായയും കഴിക്കാത്ത നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള സംവിധായകരും നടന്മാരും MLA ഒക്കെ ഒരു നിറസാന്നിധ്യമാണ് ആ തട്ടുകടയ്ക്ക് മുന്നിൽ. നമ്മുടെ സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ പത്മരാജൻ, പാർട്ടി നേതാവ് MLA ഒക്കെ ആയിരുന്ന കണിയാപുരം രാമചന്ദ്രൻ, നിരവധി MLA-മാർ, MP-മാർ, കലാഹൃദയമുള്ള ഒരുവിധം ആൾക്കാരുടെ എല്ലാം ഒരു ചെറിയ താവളമായിരുന്നു അവിടെ. ചില രാവുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പപ്പേട്ടനും മറ്റു ചിലരും ഒക്കെ അവിടെ വന്ന് ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞ് പോകുന്നത്. അങ്ങനെ ഒരു രാവിൽ, അപ്പോൾ ഞാൻ രാത്രി 10-11 മണി 12 മണിയൊക്കെ കഴിയും. എഴുത്തും വായനയും ചിന്തയും ഒക്കെ കഴിഞ്ഞ് ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി അതുവഴി നടന്നു വന്ന് ഈ തട്ടുകടയിൽ വന്ന് ചായയൊക്കെ കുടിച്ച് മടങ്ങാറുണ്ട്. അങ്ങനെ ഒരു രാവിലാണ് ശ്രീ ജഗന്നാഥ വർമ്മ അദ്ദേഹത്തിനോടൊപ്പം ഒരു സുഹൃത്തും, ആ സുഹൃത്തിനെ എനിക്കറിയില്ല, ഇവർ രണ്ടുപേരും കൂടെ ചായയും പലഹാരങ്ങളും കഴിച്ച് റോഡ് മുറിച്ച് കടന്ന അപ്പുറത്തെ വശത്തൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചായ കുടി കഴിഞ്ഞ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഓടിയ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ചെന്ന് അദ്ദേഹത്തെ വിഷ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, വർമ്മ സാർ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. പേടിച്ചു പോയല്ലോടോ തൻ്റെ സ്വരം കേട്ടപ്പോൾ. അന്ന് അദ്ദേഹം പോലീസ് വകുപ്പ് മേധാവിയൊക്കെയാണ്. കാലവും തീയതിയും ഇതൊന്നും കുറിച്ച് വയ്ക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ആ മികവാർന്ന ഓർമ്മ മനസ്സിൽ നിന്ന് പോയില്ല. എന്താ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അഭിനയമാണ്.
അതെയോ എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ഒരു പുരസ്കാരങ്ങളല്ലേ ഇങ്ങനത്തേക്കുള്ള അഭിപ്രായങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ ചിരിച്ചു. ആ ചിരി അത്ര സുഖമായി എനിക്ക് തോന്നിയില്ല. ഞാൻ ചോദിച്ചു, ഒരു കലാകാരനെ, ഒരു സാധാരണക്കാരനെ അഭിനന്ദിക്കുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? ഈ ചിരിയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വർമ്മ സാർ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഈ രാവിലെ ഇവിടെ എന്താണ്? രാത്രി ഉറക്കമൊന്നുമില്ലേ? മണി 10-12 അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു ചെറിയൊരു എഴുത്തുകാരനാണ്, കഥയും കവിതയും നോവലൊക്കെ എഴുതും. അപ്പം രാത്രിയുടെ 2-ാം യാമത്തിലൊക്കെ ആണല്ലോ നിശബ്ദത കൂടുതൽ, അപ്പോഴാണല്ലോ നമുക്ക് ചിന്തിക്കാനും മറ്റും കഴിയുക. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഈ തട്ടുകടയിൽ വന്ന് ചായ കുടിക്കാറുണ്ട്. ചായ കുടിച്ച് തിരികെ വീട്ടിൽ ചെന്ന് എഴുത്തും വായനയൊക്കെ ആയി കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ഒരു 3-3:30 മണിയാവും. എഴുത്തുകാരൻ എന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. എത്ര കാലമായിട്ട് എഴുതുന്നു? എത്ര പുസ്തകങ്ങൾ എഴുതി? ONVയെയും മറ്റും കണ്ടിട്ടുണ്ടോ? എൻ്റെ ചിത്രങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ തോന്നൽ എന്താണ് എന്ന് പറഞ്ഞ് ഒരു നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹം എൻ്റെ മുന്നിൽ ഉന്നയിച്ചത്. അതിനനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്തോ ആലോചിച്ചിട്ട് റെയിൽവേ ട്രാക്കിലൂടെ കടന്നു വരുന്ന രാത്രിയുള്ളൊരു ഗുഡ്സ് എഞ്ചിൻ ഭയങ്കരമായ ശബ്ദം മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. അദ്ദേഹം 1-2 മിനിറ്റ് മൗനമായിട്ട് നിന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, കവിതയോടാണോ കൂടുതൽ താല്പര്യം, കഥയോടാണോ കൂടുതൽ താല്പര്യം? സാർ, അതിന് വ്യത്യസ്തതയൊന്നുമില്ല. മനസ്സിൻ്റെ തോന്നലും ചിന്തയും അതിനോടുള്ള താല്പര്യവും അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കഥ എഴുതാൻ തോന്നും, ചിലപ്പോൾ കവിത എഴുതാൻ തോന്നും. പക്ഷെ കൂടുതലും എഴുതിയിട്ടുള്ളത് കവിതകളാണ്. എത്ര കവിത ഇതുവരെ എഴുതി കാണും? ഞാൻ അങ്ങനെ കണക്കെടുത്തിട്ടില്ല, എങ്കിലും ഒരു 500-600 കവിതകളെങ്കിലും എഴുതി കാണും. വൃത്തനിബദ്ധമാണോ? നമ്മളല്ല സർ, ഗദ്യശൈലിയിലാണ് കൂടുതലും എഴുതാറ്. അപ്പം ചിരിച്ചു. അപ്പം അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, സാർ അങ്ങനെ എഴുതാനും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഒരേ തരത്തിൽ, ഒരേ ശൈലിയിൽ, ഒരേ കാഴ്ചപ്പാടിൽ എഴുതിയാൽ ശരിയാവില്ലല്ലോ. ഓരോരുത്തരുടെ ചിന്താഗതിയും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമൊക്കെ വ്യത്യസ്തമല്ലേ. സാർ അഭിനയിച്ച എത്രയോ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സസൂക്ഷ്മം നിരീക്ഷിച്ചും ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ വേണം മറുപടി പറയാൻ. എന്നിട്ട് എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ചിത്രങ്ങളൊന്ന് പറയാമോ? അല്ല, അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, 6-ാം തമ്പുരാനിലെയും അതേപോലെ നക്ഷത്രങ്ങളെ സാക്ഷി എന്നുള്ള ചിത്രവും ശ്രീകൃഷ്ണ പരന്തുമൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഓളം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഒന്ന് 2 വശത്തൊട്ടും ഒന്ന് നോക്കി. വാഹനങ്ങളൊന്നുമില്ല, ശബ്ദം ഒന്നുമില്ല. ഏകദേശം 12 അടുത്തിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ശ്രീകൃഷ്ണ പരന്ത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നലാണ് വന്നത്? മനസ്സിൽ തോന്നിയ പറഞ്ഞാൽ പറയൂ, എന്തായാലും കുഴപ്പമില്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ
നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ സുഹൃത്തെ. ഞാൻ പറഞ്ഞു അതിലെ അഭിനയം കലാഹൃദയമുള്ള ഓരോരുത്തരുടെ മനസ്സിലും തങ്ങി നിൽക്കും. അത്രമാത്രം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, അപ്പം വിലയിരുത്താനും അറിയാമല്ലേ. സിനിമാ തിയേറ്ററിൽ വരുന്ന പുത്രന്മാരൊന്നുമല്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടും അവരവരുടെ വിലയിരുത്തലുകളുമുണ്ട്. അപ്പോൾ ചിലത് മനസ്സിൽ പതിയും, ചിലത് മനസ്സിൽ പതിയില്ല. എനിക്കിഷ്ടപ്പെടുന്ന നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കും ഇഷ്ടപ്പെടണമെന്ന് നിബന്ധനയൊന്നുമില്ലല്ലോ. അപ്പോൾ വർമ്മ സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹവും വലിയൊരു പോലീസ് ഓഫീസറാണ്. നമ്മൾ സന്തോഷം തന്നെയാണ്. സംസാരിക്കുന്ന ആൾ മറ്റു തരത്തിലൊന്നും തെറ്റായ മാർഗങ്ങളിലൊന്നും ജീവിക്കാതിരിക്കുമ്പോൾ ആരെ പേടിക്കണം? ഓരോ ഇന്ത്യൻ സിറ്റിസനും അതിൻ്റേതായിട്ടുള്ള ചില കടമകളും കർത്തവ്യങ്ങളും കർത്തവ്യ ബോധങ്ങളും ഒക്കെ ഇല്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഉറക്കച്ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ചിന്തകളാണ് പറഞ്ഞത്. അങ്ങനെ ഈ ശരവൺ മഹേശ്വർ എന്നുള്ള പേര് കേട്ടാൽ ഒരു തമിഴൻ്റെ ചൊവ്വയുണ്ടല്ലോ. ശരിക്കും ഇവിടെയാണോ ജനിച്ചു വളർന്നത്? ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതുമില്ല. ഒരു തൂലികാനാമമാണ്. യഥാർത്ഥ നാമം രവികുമാർ എന്നാണ്. അത് ശരി. ഇപ്പോൾ രണ്ട് പേരുമായിട്ടാണ് നടക്കുന്നത്. ഞാനൊക്കെ ഒറ്റ പേരിലാണ് നടക്കുന്നത് കേട്ടോ. സന്തോഷം സാർ, ഒരുപാട് നേരമായില്ലേ സാറുമായിട്ട് സംസാരിക്കുന്നു. ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ പേപ്പറൊന്നുമില്ലല്ലോ. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ പെരുമാറ്റ ശൈലിയുമൊക്കെ എനിക്ക് നന്നായി ബോധിച്ചു. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ പേര് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പത്മരാജനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ശരവൺ മഹേശ്വർ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഒക്കെ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള മട്ടാണ്. പക്ഷെ ഒരു പാവം മനുഷ്യനാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. എൻ്റെ കണ്ണുകൾ വിടർന്നു. നമ്മളെ പറ്റിയിട്ട് മറ്റൊരാൾ പറയുന്ന അഭിപ്രായമല്ലേ അത്. എങ്ങനെയാവാം, ഏത് തരത്തിലാവാം എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ലല്ലോ. പക്ഷേ വർമ്മ സാർ അത് പറഞ്ഞപ്പോൾ, സാർ സന്തോഷം, നമ്മളെ ഒരാളെങ്കിലും ഓർമ്മിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, ഇനിയും സാറിനോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ രാവേറെ ആയല്ലോ, വീണ്ടും കാണാം സാർ എന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ, ചായ കുടിച്ചില്ലേ? ഞാൻ പറഞ്ഞ ചായ അത് തണുത്തു, ഞാൻ അടുത്ത ചായ ഓർഡർ ചെയ്ത് കുടിച്ചിട്ട് വേണം പോകാൻ. അദ്ദേഹം പോകാനായിട്ട് ഭാവിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സംഭാഷണ ശൈലിയും രീതികളുമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും കലാലോകത്തിൽ വരൂ, നടനോ എഴുത്തുകാരനോ എന്തുമാവാമല്ലോ. അവിടെ ഒരു വലിയ കളരി പോലെയാണ്. ശരിക്കും അവസാനമായി അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ സിനിമാ അഭിനയമാണോ ഇഷ്ടം, അതോ എൻ്റെ കഥകളി വേഷങ്ങൾ അവതരിപ്പിക്കുന്ന അതാണോ ഇഷ്ടം? മനസ്സിൽ തോന്നിയത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ കഥകളി വേഷമാണ്. ഞാൻ കഥകളി വേഷം നേരിട്ട് കണ്ടിട്ടില്ല, കുറേ ഫോട്ടോകളും കുറച്ച് ചില വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരു അഭിനേതാവിൻ്റെ മിന്നലാട്ടമുണ്ട്. ആർക്ക് വേണേലും കയറി കളിക്കാവുന്ന ഒരു കലയല്ലല്ലോ, ഒരു രംഗാവിഷ്കാരമല്ലല്ലോ. കഥകളിയിൽ ചുവടുകൾ വയ്ക്കുന്നത് മുതൽ കഥകളി നടനായി മാറുന്നത് വരെയുള്ള ഒരു വലിയ കാലയളവ്, അതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ അത്രമാത്രം ക്ഷമയും പക്വതയും അവധാനതയും മനസാന്നിധ്യവും ഒക്കെ വേണമല്ലോ.
പുരികത്തിൻ്റെ ചലനങ്ങളും കണ്ണിൻ്റെ ചലനങ്ങളും ശരീരത്തിൻ്റെ അംഗവ്യാപാരങ്ങളും ഒക്കെ പഠിച്ചെടുക്കാൻ കാലം കുറേ വേണ്ടി വരില്ലേ? അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാർ, അങ്ങയുടെ കഥകളി വേഷത്തോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. കഥകളി പഠിച്ച ഒരു കലാകാരന് ഏത് വേഷവും കെട്ടിയാടാൻ നിഷ്പ്രയാസം സാധിക്കും എന്നതാണ് എൻ്റെ പക്ഷം. ഒരു 10-20-25 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം വരട്ടെ സാർ, ഇന്ന് തൊഴുകയോടെ തൊഴുത് മടങ്ങുമ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവിടെ വന്ന് ചായയ്ക്ക് വീണ്ടും ഓർഡർ കൊടുത്ത് വാങ്ങിച്ചു കുടിച്ചപ്പോൾ, വർമ്മ സാറല്ലേ മിക്കവാറും ട്രാൻസ്ഫർ വരുമ്പോഴൊക്കെ നമുക്ക് വരും, നമുക്കൊരു വലിയൊരു ബലമാണ്, നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ധൈര്യമായിട്ട് പറയാം എന്നപ്പോൾ ഞാൻ ചിരിച്ചു. എന്താ ഇത്ര നേരം സംസാരിച്ചു? നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അത് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ചായ ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം 1-2 മിനിറ്റ് അവിടെ നോക്കി നിന്ന ശേഷം അവർ രണ്ടുപേരുമായി നടന്നു നീങ്ങി കിഴക്കേക്കോട്ടയിലേക്ക്. ഒരു വലിയ പ്രതിഭ, ഒരു വലിയ കലാകാരൻ. 1939 മെയ് 1 ചേർത്തല വയനാട്ടിലാണ് ജനനം. 40 വർഷത്തോളം സിനിമാ മേഖലയിലും മറ്റും പ്രവർത്തിച്ചു. 250ഓളം ചിത്രങ്ങൾ അഭിനയിച്ചു. 2016 പുറത്തിറങ്ങിയ പ വ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. 1978 എ ഭീംസിംഗ് സംവിധാനം ചെയ്ത മാറ്റൊലി എന്ന ചിത്രത്തിലൂടെ തുടക്കം. നക്ഷത്രങ്ങളെ സാക്ഷി, ശ്രീകൃഷ്ണ പരന്ത്, വടക്കൻ വീരഗാഥ, ആറാം തമ്പുരാൻ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ഒരു പോലീസ് ഓഫീസറായ ഒരു കലാകാരൻ്റെ ഭാവം, ആ മുഖത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, ഇതെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് തന്നെ പറയട്ടെ. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങളോട് പറയുമ്പോഴും ജഗന്നാഥ വർമ്മ എന്ന മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥനും മികവുറ്റ നടനും 2 തട്ടിലാണെന്നേ ഞാൻ പറയൂ. ഒരു കലാകാരന് വേണ്ട ഔചിത്യം, ഔന്നിത്യം, പെരുമാറ്റം, ജനങ്ങളോടുള്ള കാഴ്ചപ്പാട് എല്ലാം ഉന്നതിയിൽ തന്നെയാണ്. കാലത്തിൻ്റെ ഒഴുക്കിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും ആ രാവിലെ ഓവർബ്രിഡ്ജിൻ്റെ പാലത്തിനക്കരയിലും ഇക്കരയിലും നിന്ന് കണ്ടതും സംസാരിച്ചതും ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും മലയാള സിനിമയുടെ ചരിത്രമെഴുതുമ്പോൾ ജഗന്നാഥ വർമ്മ എന്ന വിശ്രുത കലാകാരൻ 74-ാം വയസ്സിൽ ചെണ്ട കൊട്ടിപ്പിടിച്ച് ചെണ്ട അരങ്ങേറ്റം നടത്തിയ ആ കലാകാരനെ എത്തരത്തിൽ നമ്മൾ വിലയിരുത്തും? ഒരു ബാല്യവും കൂടി ബാക്കി വെച്ച് വിശ്രുതനായ ആ കലാകാരൻ മറഞ്ഞുവെങ്കിലും അന്ന് കണ്ട, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ വലിയ പ്രതിഭയെ ഓർത്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.